നീക്ക് ഒരു അശ്വം അകത്തേന്ന് പഞ്ചാബിനോട് ഹിന്ദിയിൽ പറ ജങ്ങാര മുതലാളിയും രമണനും വന്നേക്കുന്നത് പറയാ കൂടെ ഒരു പൊട്ടനുണ്ടോ വേണ്ടി വന്ന ഇവിടുത്തെ കുഞ്ഞുമാരായിട്ട് കുസ്തിക്ക് തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുസ്തി ആ ഭയമാൻ അന്റെ ബോട്ട് ചോദിക്കാൻ പറ്റിയ സമയം പോകാം. അങ്ങോട്ടല്ലട ഇങ്ങോട്ട്. നമ്മുടെ ബോട്ട് ബോട്ടോ എടോ ഇത് പഞ്ചാബാ പഞ്ചാബ്. ഇവിടെ ബോട്ടുമില്ല ബോട്ടിലുമില്ല. ഓടാ എന്റെ ഭാര്യ ചതിക്കരുത്. ഉപജീവനമാണ്. അതുകൂടി പോയാൽ കാശി ചോദിച്ച് ആളയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇത് പഞ്ചാബ് അല്ല കേരളമാണ് കടപ്പുറമാണ് വെളുത്തിയ തട്ടിക്കളയും എന്നൊക്കെ അല്ലടാ. എന്റെ ഭാര്യ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. നീ പറയും നിനക്കറിയില്ല പഞ്ചാബിലുള്ള ശക്തി. നിനക്ക് സാധിക്കുമെങ്കിൽ ഗോതയിലേക്ക് ഇറങ്ങി എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സിംഗിനെ അടിച്ചു നിർത്ത്. എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം. ഗുഡ് ഐഡിയ മുതലാളി. ഏതെങ്കിലും ഒരു സിംഗിനെ അടിച്ച് തോൽപ്പിച്ച് ബോട്ട് കൊണ്ട് നമുക്ക് പോകാം. പക്ഷേ ധൈര്യമുണ്ടേ കേരള ബോട്ട് ഫ്രീ ആയി കിട്ടും. കിട്ടും. അപ്പൊ കാശോ നീ ഒറ്റ പൈസ ബാക്കി തരണ്ട. അതും ഫ്രീ. എന്തോ ശരിയാവില്ല. അവൻ കെട്ടിയിട്ടിരിക്കുന്നു. അതിന് മുതലാളിക്കല്ല ഞാൻ ഇട്ടിട്ടില്ല. അത് ഇവിടെയാ ഇവിടെ ബോട്ടിന്റെ മുകളിൽ മറക്കാനിട്ടപ്പോഴാണ് ഒരു ബോട്ട് കൊണ്ടുപോയത്. എന്നാ അത് അഭിയോഗിച്ചാലോ? എന്താ പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഏയ് പലതും ചോർന്നു പോയാൽ തടയാനൊന്നും വെച്ചിട്ടില്ല എന്ന് പറയേ. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവിടോട്ട് പണക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ഞങ്ങളുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം രമണ. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. എങ്കിൽ സോണിയായുമായി പിടിക്കട്ടെ. വന്നാട്ടെ വന്നോട്ടെ. ഇത് തല്ലിയതല്ലടാ, ഞങ്ങളുടെ ഒരു തരം കളിയാ. തല്ല് വരുന്നതേ ഉള്ളൂ. ഞങ്ങളെ തല്ലി ചതച്ചതോട്ടോ എന്റെ ബോട്ട് പിടിച്ചു വെച്ചതോട്ടോ നിങ്ങളുടെ കാശ് കിട്ടും. പിന്നെ എന്ത് ചെയ്യണം? എന്റെ ബോട്ടിക്കടാ, അത് വിറ്റാണെങ്കിലും ഞാൻ കാശ് കിട്ടുക. നീ വരില്ല. എനിക്കറിയില്ലേ എന്ത് പറഞ്ഞ ഈ സാബിനെ വിശ്വസിപ്പിക്കുക. എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ ഇവനോട് നിൽക്കട്ടെ. താഴെ വെച്ചാൽ പാമ്പ് കടിക്കും, തലയിൽ വെച്ചാൽ പൂച്ച കടിക്കുമെന്ന് പറഞ്ഞ് വളർത്തിയതാണ് ഇവര്. എന്റെ സ്വന്തം അനന്തരവനാണിവർ.
നിന്നെ ഒരു നിമിഷം കാണാതെ എനിക്ക് കഞ്ഞി പിടിക്കാൻ പോലും കഴിയില്ല. പക്ഷെ എന്ത് ചെയ്യാം, അമ്മാവൻ പണവുമായി വരുന്നവരെ നീ ഇവിടെ നിൽക്കും. ഇവിടെ നിൽക്ക്. ഒരു പണിക്കാരനായി എന്നെ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത മുതലാളിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റും മുതലാളി. ഓഹോ, നിന്നെ പിരിഞ്ഞിരുന്നാലും ഇയാൾക്ക് വേദനിക്കുമല്ലേ? എന്നാ നീ ഇവിടെ നിൽക്കും. അയ്യോ അത് വേണ്ട, എനിക്ക് മുതലാളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം മുതലാളി സഹിച്ചോളാം. മുതലാളി സാർ, ഞാൻ ബോട്ട് കൊണ്ട് പോകുന്നതേ ഉള്ളൂ. എന്റെ ജീവന്റെ ജീവനും ഇവിടെയാണ്. ഞാനിതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. പോയി മക്കളെ, ഞാൻ വാക്ക് കൊടുത്തു പോയി. വാക്ക് കൊടുത്ത് പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടോ? പണ്ട പൊട്ടനും പോയി, പണ്ടനും പോയി, ബോട്ടും കിട്ടി.